നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജയറാം നൽകിയ മൊഴി സത്യമാണെന്ന് തന്നെയാ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയുന്നത്. കഴുത്തിൽ കയറുപോലുള്ളൊരു വസ്തു ഉപയോഗിച്ച് മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയത്. പുഴയിൽ വീണാണ് മരണമെങ്കിൽ ഉറപ്പായും ആ പുഴയിലെ ജലാംശത്തിന്റെ സാന്നിധ്യം ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായേണ്ടതാ. എന്നാൽ റിപ്പോർട്ടിൽ അതില്ല. ദാറ്റ് മീൻസ് മരണം ഉറപ്പുവരുത്തിയ ശേഷം ബോഡി കൊണ്ടുചെന്ന് പുഴയിൽ തള്ളിയിരിക്കുകയാണ്. നമ്മുടെ ആദ്യ ജോലി ജയറാമിന്റെ മൊഴികൾ സത്യമാണ് എന്ന് സ്ഥാപിക്കുകയായിരുന്നു. ഈ ഫയലൊന്ന് നോക്കിയ മാഡം. ഡീറ്റെയിലായി മൊഴിയെടുത്തപ്പോ ജയറാം പറഞ്ഞ സ്ഥലങ്ങളിൽ ക്രിസ്റ്റിയുടെയും ഡയാനയുടെയും സാന്നിധ്യം മൊബൈൽ ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ഡേറ്റും ടൈമും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ജയറാമിനെ 100% വിശ്വസിക്കാം അല്ലേ? ജയറാമൻ വിശ്വസിക്കാമെന്ന് മാത്രമല്ല, ക്രിസ്റ്റി തന്നെയാണ് ജാനകിയുടെ മരണത്തിന് പിന്നിൽ നിന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ബട്ട് there is a problem. എന്ത് പ്രോബ്ലം? വെറുതെ ഒരു അറസ്റ്റ് നടത്തിയാൽ ക്രിസ്റ്റി അതിൽ നിന്ന് നിസ്സാരമായി ഊരിപ്പോകും. സോ ഒരു നല്ല ഫ്രെയിംവർക്ക് ഉണ്ടാവണം. അതിനുള്ളിൽ വേണം നമ്മൾ ക്രിസ്റ്റിയെ പൂട്ടാൻ. യെസ്, സാറ് പറഞ്ഞത് ശരിയാണ്. തൽക്കാലം ജയറാമിനെ പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ സൂക്ഷിക്കാം. ആവേശം കാണിച്ച് അറസ്റ്റിന് മുദ്രികയും വേണ്ട. മാക്സിമം സൈബർ എവിഡൻസുകൾ കളക്ട് ചെയ്യണം. നമ്മൾ നീങ്ങുന്നത് ക്രിസ്റ്റിയുടെ നേർക്കാണെന്ന് ഒരു സംശയം പോലും തോന്നാത്ത വിധത്തിൽ നീക്കങ്ങൾ വേണം. ഞാനും CA അഷ്റഫും സ്റ്റേഷൻ ഓഫീസർ രാജേഷും അല്ലാതെ ഒരാളും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല, അറിയിക്കുകയുമില്ല. കോടികൾ മുടക്കി ക്രിസ്റ്റി സുപ്രീം കോർട്ടിൽ പോയാലും തലയൂരാനാകാത്ത വിധം അവൻ തളയ്ക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെരി ഗുഡ്, ഗോ അഹെഡ് സർ, ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷേ സയന്റിഫിക് എവിഡൻസുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ അയാളെ തളയ്ക്കാൻ. അത് മാത്രം ശ്രദ്ധിക്കണം.